നമസ്കാരം, ഞാൻ പ്രജീഷ്. പാചക ഐഡിയാസിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് വെജിറ്റബിൾ ഇസ്റ്റു ആണ്. അത് എങ്ങനെ തയ്യാറാക്കാമെന്നും അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വെജിറ്റബിൾ ഇസ്റ്റു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മീഡിയം സൈസ് 3 ഉരുളക്കിഴങ്ങ്, അത്യാവശ്യം വലുപ്പമുള്ള 2 ക്യാരറ്റ്, അതുപോലെ തന്നെ മീഡിയം സൈസ് 2 സവോള, 4 പച്ചമുളക്, ചെറിയൊരു കഷ്ണം ഇഞ്ചി എന്നിവ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാരറ്റും ഉരുളക്കിഴങ്ങും ലേശം ഉപ്പിട്ടിട്ട് കുക്കറിൽ വേവിച്ചെടുക്കാം കേട്ടോ. അതുപോലെ തന്നെ സവോളയും ഇഞ്ചിയും പച്ചമുളകും നമുക്ക് ഒരു ചട്ടിയിലിട്ടിട്ട് വഴറ്റിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടേ അതിലേക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് ഒരു 2 ഗ്രാമ്പു, 2 ഏലക്കായ, അതോടൊപ്പം തന്നെ ഒരു ചെറിയൊരു കഷ്ണം കറുകപ്പട്ട എന്നിവ നമുക്ക് അതിലിട്ട് കൊടുക്കാം. അതും ജസ്റ്റ് ഒന്ന് മൂത്ത് വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് ഇഞ്ചി അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കാം. അതും ജസ്റ്റ് ഇളക്കി കൊടുത്ത് നമുക്ക് ഇഞ്ചി ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്കതിലേക്ക് സവോള ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ ആ പച്ചമുളക് അരിഞ്ഞതും ഇട്ട് കൊടുത്തേക്കാം. ഇത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. നല്ല ഗോൾഡൻ കളറാവുന്നത് വരെ വഴറ്റേണ്ട ആവശ്യമില്ല കേട്ടോ. വല്ലാണ്ട് ഗോൾഡൻ കളറായി കഴിഞ്ഞാൽ ഈസ്റ്റുവിൻ്റെ കളറ് ആകെ മാറിപ്പോവും. അതുകൊണ്ട് നമുക്ക് ചെറുതാക്കി ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഒരു 2 അല്ലി വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. സവാള ഒന്ന് വേവുന്നത് വരെ മാത്രം വഴറ്റിയാൽ മതി. സവോള ഇപ്പോൾ വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടി നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ഒരു 1/2 മുറി തേങ്ങ പിഴിഞ്ഞെടുത്ത 2ാം പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഗരം മസാലയുടെ റെസിപ്പി ഞാൻ മുൻപ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കാണാത്തവർ അത് കാണണം കേട്ടോ. ഇനി ഇത് തിളച്ച് വരുന്നതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. തിളച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇതിലേക്ക് 1ാം പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ നല്ലപോലെ തിളച്ചിട്ടുണ്ട്. 1ാം പാൽ ഒഴിച്ചതിന് ശേഷം പിന്നെ തിളയ്ക്കാൻ പാടില്ല. തിളയ്ക്കാൻ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് തന്നെ അത്യാവശ്യം ഒന്ന് ചൂടായി കഴിയുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്യുക കേട്ടോ. ചൂടായി കഴിയുമ്പോൾ ചെറുതായിട്ട് ആവി വരാൻ തുടങ്ങും. അപ്പോൾ തന്നെ തീ ഓഫ് ചെയ്യുക. അടിപൊളി വെജിറ്റബിൾ കറി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് അപ്പം, ഇടിയപ്പം, പത്തിരി എന്നിവയുടെ കൂടെ കഴിക്കാവുന്ന നല്ല അടിപൊളി കറിയാണ്.